നമ്മുടെ വ്യക്തിബോധം എങ്ങനെ നമ്മളെ യുണീക്കാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും എങ്ങനെ യുണീക്കാകുന്നു എന്നതിൻ്റെ സയൻസാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മസ്തിഷ്കം പല രീതികളിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? അതിൽ ചിലത് നമ്മുടെ അറ്റൻഷനും പിന്നെ സെൻസറി സിസ്റ്റവും, അതായത് നമ്മുടെ ശ്രദ്ധയും ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ കൊണ്ട് ലോകത്തുള്ള എല്ലാവർക്കും സിമിലർ ആയിട്ടുള്ള പല അനുഭവങ്ങൾ ഉണ്ടാവാം. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ആകാശത്തിൻ്റെ നിറം, പിന്നെ ഇന്നത്തെ ചൂട് അനുഭവിക്കുന്നത്, ഇതൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണല്ലേ ഫീൽ ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ മസ്തിഷ്കത്തിന് മറ്റൊരു ആഴമേറിയൊരു വശം കൂടിയുണ്ട്. അതാണ് നിങ്ങളുടെ ഓർമ്മ, ലക്ഷ്യം, നിങ്ങളുടെ വിശ്വാസം, വികാരം, ഇതെല്ലാം കൂടി ചേർന്നാണ് നിങ്ങളുടെ വ്യക്തിഗത ഞാൻ എന്നൊരു തിരിച്ചറിവ് സൃഷ്ടിക്കുന്നത്. അതായത് ഇതെല്ലാം കൊണ്ടാണ് നിങ്ങളെ നിങ്ങളാക്കുന്നത്. ഈ യുണീക്കായിട്ടുള്ള നിങ്ങളുടെ ലോകം നിങ്ങളുടെ തലച്ചോറിൻ്റെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് അഥവാ DMNനെ പിന്തുണച്ചിരിക്കുന്നു. ഇനി DMN എന്താണെന്നറിയണ്ടേ? DMN എന്ന് പറഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കത്തിലെ മീഡിയൽ പ്രൊഫ്രോണ്ടൽ കോർട്ടെക്സും പോസ്റ്റീരിയർ സിംഗുലർ കോർട്ടെക്സ്, ആംഗുലർ ഗൈറസ് എന്നിവ ഉൾപ്പെടുന്ന ഒരു വലിയ ശൃംഖലയാണ്. ഇനി DMN പ്രവർത്തിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഉണർന്നിരിക്കുന്ന വിശ്രമ സമയം, സ്വയം പ്രതിഫലിക്കുമ്പോൾ, പകൽ സ്വപ്നം കാണുമ്പോൾ, കഴിഞ്ഞുപോയ പാസ്റ്റിനെക്കുറിച്ച് ഓർക്കുമ്പോൾ, പിന്നെ അതേസമയം ബാഹ്യ ശ്രദ്ധ ആവശ്യമുള്ള ജോലികൾ ചെയ്യുമ്പോൾ DMN നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സും പാരിയേറ്റൽ ലോബും എവല്യൂഷണറി ടേംസിൽ താരതമ്യേന പുതിയ രണ്ട് ഭാഗങ്ങളാണ്. ഏകദേശം 8 ലക്ഷം വർഷം മുതൽ 2 ലക്ഷം വർഷം മുൻപ് വരെ മനുഷ്യ മസ്തിഷ്കം വലുതായി വികസിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ നമ്മുടെ അടുത്ത ബന്ധമുള്ള പ്രിമേറ്റ് റിലേറ്റീവ്, അതായത് കുരങ്ങുകൾ പോലുള്ള ജീവികളിൽ കൂടുതൽ വലുപ്പവും സങ്കീർണതയും നേടി. മനുഷ്യർക്ക് മാത്രം പ്രത്യേകമായ മസ്തിഷ്കത്തിൻ്റെ വളർച്ചയും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ജീനുകൾ ഇവയിൽ കൂടുതലായി കാണപ്പെടുന്നു. ഇനി DMN എങ്ങനെ നമ്മളെ ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്നു എന്ന് നോക്കാം. അതായത് നിങ്ങളെ നിങ്ങളാക്കുന്നത് എന്താണെന്ന് ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുൻപായിട്ട് നമ്മളെ മനുഷ്യരാക്കുന്നത് എന്താണെന്നറിയണം. എല്ലാ ജീവികളിലും കാണുന്ന മസ്തിഷ്കത്തിൻ്റെ പഴയതും ആഴമുള്ളതുമായ ഭാഗങ്ങൾ ഭയം, ദാഹം പോലുള്ള അടിസ്ഥാന അനുഭവങ്ങളെ നിയന്ത്രിക്കുന്നു. എന്നാൽ മനുഷ്യരെ പ്രത്യേകമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പിന്നീട് വികസിച്ച കൂടുതൽ സങ്കീർണമായ DMN ആണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സയൻറ്റിസ്റ്റുകൾ ഒരു പുതിയ പരീക്ഷണം നടത്തി. അതായത് ഇവർ 16 പ്രായപൂർത്തിയായ ആളുകളെ ഹോളിവുഡ് സിനിമയായ ടേക്കണിൻ്റെ ഒരു ഭാഗം കേൾപ്പിച്ചു. അവർ ഇത് കേൾക്കുന്ന ഈ സമയം അവരുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി. ശബ്ദം മാത്രം ഉപയോഗിച്ചതിനാൽ അവർ ബോധാവസ്ഥയിലായിരിക്കുമ്പോഴും ബോധമില്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോഴും മസ്തിഷ്ക പ്രവർത്തനങ്ങൾ താരതമ്യം ചെയ്യാൻ സാധിച്ചു. അവർ ഉണർന്നിരിക്കുമ്പോഴും ജനറൽ അനസ്തേഷ്യ നൽകിയ ശേഷവും അതേ കഥ കേൾപ്പിച്ചു. വോളണ്ടിയർമാരുടെ മസ്തിഷ്കം fMRI സ്കാനറിലൂടെ പരിശോധിച്ചു. ഓരോ തവണയും മസ്തിഷ്കത്തിലെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിലെ മാറ്റങ്ങൾ അവർ നിരീക്ഷിച്ചു. പ്രത്യേകിച്ചും ശ്രദ്ധ, ഇന്ദ്രിയങ്ങൾ, DMN എന്നിവയുടെ പ്രവർത്തന രീതികളിലെ മാറ്റങ്ങൾ പഠിച്ചു. കൂടാതെ പങ്കെടുക്കുന്നവർ പറഞ്ഞ വ്യക്തിപരമായ അനുഭവങ്ങളുമായി ഇതിനെ താരതമ്യം ചെയ്തു. അവർ ബോധാവസ്ഥയിലായിരിക്കുമ്പോൾ DMN പ്രവർത്തന രീതികൾ കൂടുതൽ സങ്കീർണവും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൂടുതൽ വ്യത്യസ്തവുമായിരുന്നു. എന്നാൽ ബോധമില്ലാത്ത അവസ്ഥയിൽ ആ വ്യക്തിഗത പ്രത്യേകതകൾ കുറഞ്ഞു. പ്രവർത്തനം ലളിതമായി മാറുകയും എല്ലാവരുടെയും പ്രവർത്തനം തമ്മിൽ കൂടുതൽ സാമ്യമാവുകയും ചെയ്തു. പക്ഷേ ശ്രദ്ധയും ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്കുകൾ ഇതിൻ്റെ വിപരീത രീതിയിലാണ് പ്രവർത്തിച്ചത്. ആളുകൾ ഉണർന്നിരിക്കുമ്പോൾ ഇവയുടെ പ്രവർത്തനം തമ്മിൽ കൂടുതൽ സാമ്യമുണ്ടായിരുന്നു. കാരണം കാഴ്ചയും ശബ്ദവും വഴി പുറത്തുള്ള ലോകത്തെ മനസ്സിലാക്കാനുള്ള അടിസ്ഥാന സംവിധാനങ്ങൾ എല്ലാവരിലും ഒരുപോലെ ആയതിനാലാണ്. അതായത് അവരുടെ പഠനഫലങ്ങൾ കാണിക്കുന്നത് ബോധത്തിൻ്റെ വ്യക്തിപരമായ ഭാഗം നിയന്ത്രിക്കുന്നത് DMN ആണെന്നാണ്. ഓരോ നിമിഷവും വ്യക്തിയുടെ ചിന്തകൾ, ഓർമ്മകൾ, ഉള്ളിലെ അനുഭവങ്ങൾ എന്നിവ അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. അതേസമയം DMNലെ ഓരോ ഭാഗത്തിനും വ്യത്യസ്ത ജോലികളുണ്ട്. മസ്തിഷ്കത്തിൻ്റെ മുൻഭാഗത്തും പിന്നിലെ ആഴത്തുള്ള ഭാഗത്തുമുള്ള ചില ഭാഗങ്ങൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാനും ഭാവി സങ്കല്പിക്കാനും ജീവിതാനുഭവങ്ങളെ വ്യക്തിപരമായ കഥയായി ബന്ധിപ്പിക്കാനും സഹായിക്കുന്നു.
മറ്റു ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഓർമ്മകളുമായി ബന്ധപ്പെട്ട ടെമ്പറൽ ലോബ് ഭാഗങ്ങൾ, പഴയ സംഭവങ്ങൾ ഓർക്കാനും ദൃശ്യങ്ങൾ വീണ്ടും മനസ്സിൽ പുനർസൃഷ്ടിക്കാനും ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനും സഹായിക്കുന്നു. ഇനി നമ്മുടെ പ്രത്യേകത മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഓരോ വ്യക്തിയുടെയും DMN ഇത്ര വ്യത്യാസമായിരിക്കുന്നത്? കാരണം അത് നമ്മുടെ വ്യക്തിത്വം, മൂല്യങ്ങൾ പോലുള്ള നമ്മെ നിർവചിക്കുന്ന ആഴത്തിലുള്ള വ്യക്തിപരമായ സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇത് പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ വില്യം ജെയിംസ് പറഞ്ഞ ആശയങ്ങളോട് സാമ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഒരു വ്യക്തിയുടെ മുഴുവൻ പഴയ അനുഭവങ്ങളും ഓരോ മസ്തിഷ്കാവസ്ഥയെയും സ്വാധീനിക്കുന്നു. അതുകൊണ്ട് രണ്ട് മസ്തിഷ്കാവസ്ഥകളും ഒരുപോലെ ആവർത്തിക്കുക അസാധ്യമാണെന്നാണ്. DMN മസ്തിഷ്കത്തിൻ്റെ മറ്റ് ഭാഗങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ച് യഥാർത്ഥ ലോകവും നമ്മൾ മനസ്സിൽ സൃഷ്ടിക്കുന്ന ലോകവും തമ്മിൽ എളുപ്പത്തിൽ മാറി ചിന്തിക്കാൻ നമ്മെ സഹായിക്കുന്നു. ചില പഠനങ്ങൾ പറയുന്നത് DMN പ്രവർത്തനം തടസ്സപ്പെട്ടാൽ സൃഷ്ടിപരമായ ചിന്തയും പുതുമയും കുറയാമെന്നതാണ്. DMNലെ മാറ്റങ്ങൾ നിരവധി മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പ്രത്യേകിച്ച് സ്വന്തം ജീവിതകഥയെക്കുറിച്ചുള്ള ചിന്ത, ഓർമ്മ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെ ബാധിക്കുന്ന പ്രശ്നങ്ങളുമായി. ഒരു വ്യക്തിയുടെ DMN എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവരുടെ പ്രത്യേക ബുദ്ധിമുട്ടുകൾ, ഉദാഹരണത്തിന് ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ആളുകളുമായി ഇടപെടാനുള്ള ബുദ്ധിമുട്ട്, കൂടുതൽ നന്നായി തിരിച്ചറിയാൻ കഴിയും. ഭാവിയിൽ ഇത് കൂടുതൽ വ്യക്തിഗത ചികിത്സാരീതികൾ വികസിപ്പിക്കാൻ സഹായിക്കാം. പക്ഷേ മസ്തിഷ്കത്തിൻ്റെ കൃത്യമായ മാപ്പുകൾ തയ്യാറാക്കാൻ ദൈർഘ്യമേറിയ സ്കാനുകളും സങ്കീർണമായ വിശകലനങ്ങളും ആവശ്യമാണ്. അതിനാലാണ് പ്രിസിഷൻ ഫങ്ഷണൽ മാപ്പിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകളും കൃത്രിമ ബുദ്ധിയും പ്രധാനമാകുന്നത്. പ്രിസിഷൻ മാപ്പിംഗ് ഒരു വ്യക്തിയിൽ നിന്നുള്ള വലിയ തോതിലുള്ള ഡാറ്റ വിശകലനം ചെയ്ത് അവരുടെ മസ്തിഷ്ക നെറ്റ്വർക്കുകളുടെ വിശദമായ രൂപരേഖ തയ്യാറാക്കാൻ സഹായിക്കുന്നു. പിന്നീട് മെഷീൻ ലേണിംഗ് മോഡലുകൾ ഈ വിവരങ്ങളെ ജീനുകളുമായും രോഗലക്ഷണങ്ങളുമായും ബന്ധപ്പെടുത്തി രോഗനിർണയത്തിനും ചികിത്സയ്ക്കും സഹായിക്കാം. എന്നാൽ ഇതിലും ആഴമുള്ള ചില ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരമില്ല. മനുഷ്യർ വളരെ സാമൂഹികമായ ജീവികളാണ്. സങ്കീർണമായ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ ലോകം വ്യത്യസ്തമാണെങ്കിൽ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതോ ചികിത്സയ്ക്ക് മുൻഗണന നിശ്ചയിക്കുന്നതോ പോലുള്ള നൈതിക തീരുമാനങ്ങളിൽ അതിൻ്റെ അർത്ഥമെന്തായിരിക്കും? DMN നമുക്ക് ഭാവിയെ വ്യത്യസ്ത രീതികളിൽ സങ്കല്പിക്കാൻ സഹായിക്കുന്നു പ്രധാന ഘടകമാണ്. അതിൽ മസ്തിഷ്കശാസ്ത്രം ഭാവിയിൽ എന്ത് പങ്ക് വഹിക്കണം, എത്രത്തോളം പങ്ക് വഹിക്കണം എന്ന ചോദ്യവും ഉൾപ്പെടുന്നു.